ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 42 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് നമ്മൾ പ്ലസ് ടുവിൽ LPP എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ലീനിയർ ഇനീക്വാലിറ്റീസ് എല്ലാം കൂടി വന്നിട്ട് അതിൻ്റെ മാക്സിമവും മിനിമവും, അതായത് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ട് ആ ലീനിയർ ഇനീക്വാലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരച്ച് ഫീസിബിൾ റീജിയൻ കണ്ടെത്തി കോർണർ പോയിന്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും വാല്യൂ നമ്മൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ നമ്മൾ അതേ സംഭവം എങ്ങനെ ജിയോജിബ്ര യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലാബിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോമെട്രിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നെ, ആൻഡ് അതേപോലെ തന്നെ ഫീസിബിൾ റീജിയൻ, ഇൻഫീസിബിൾ റീജിയൻ, ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് റീജിയൻ, അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ LPP, നിങ്ങൾ എങ്ങനെയാണ് ഒരു LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലീനിയർ ഇനീക്വാലിറ്റീസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് അവിടെ തരുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസിയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ നോക്ക്, കോർണർ പോയിന്റ്സ് ആൻഡ് സൊല്യൂഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഇത്രയും നിങ്ങൾക്ക് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൺസ്ട്രെയിൻസ് തന്നിട്ടുള്ളതിൽ ഇതാണ് മാക്സിമൈസോ മിനിമൈസോ ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് x+2y. ഇതാണ് നിങ്ങളുടെ കൺസ്ട്രെയിൻസ്. ഓക്കെ, ലീനിയർ കൺസ്ട്രെയിൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഇത് രണ്ടും നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ ഇവിടുന്ന് മനസ്സിലാവും. ഇതിന്റെ നിങ്ങൾ കൊടുക്കേണ്ട ഇൻപുട്ട് കമാൻഡ് ഇതാ നോക്കേ, y മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, y മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് കഴിഞ്ഞിട്ട് അടുത്ത ലീനിയർ ഇനീക്വാലിറ്റി നിങ്ങൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ലൈൻ നിങ്ങൾ ഗ്രാഫിൽ വരയ്ക്കുന്ന സമയത്ത് ഒരു 2 ആൻഡ് കൊടുക്കണം. 2 ആൻഡ് എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻഡ് അടുത്ത കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുക, x+6y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അങ്ങനെ 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 അങ്ങ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം കിട്ടും. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ കറക്റ്റ് കമാൻഡ് തരാറുണ്ട്, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത് തരാറുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. LPPയിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യാം. ആൻഡ് ഡബിൾ ആൻഡ് കൊടുത്തിട്ട് ഓരോന്നോരോന്ന് ചെയ്താൽ മതി, അതാണ് വ്യത്യാസം. അപ്പോൾ y മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ ആദ്യത്തത്. നമ്മളൊരു പേജൊക്കെ എടുത്ത് പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ കൊടുക്കുകയാണ് y മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു റീജിയൻ കിട്ടിയത് കണ്ടോ. പക്ഷേ നമ്മളിത് തീർന്നിട്ടില്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ മതി. 2 ആൻഡ് കൊടുത്തു. എന്നിട്ട് അടുത്തത് എന്താ നോക്കും, x+6y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, x+6y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് x+6y ബ്രാക്കറ്റ് ഒന്നും പിന്നെ കൊടുക്കണ്ടേ, x+6y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇപ്പം 2 എണ്ണം വന്നേ. ഓക്കെ, ആൻഡ് ഇനി ഒരു ഡബിൾ ആൻഡ് കൊടുക്കുക. ഡബിൾ ആൻഡ് കൊടുത്തു. ആൻഡ് അടുത്തത് എന്താ നോക്കും, 4x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, പിന്നെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും. അപ്പോൾ അടുത്തത് വരയ്ക്കേണ്ടത് 4x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. മാർക്ക് ചെയ്യാം, 4x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 4x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 3 എണ്ണായോ? ഇനി കഴിഞ്ഞിട്ടില്ല. 2 x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ഉണ്ട്. അതിനും നിങ്ങൾ ഡബിൾ ആൻഡ് കൊടുക്കുക, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒന്നുകൂടി ഉണ്ട്, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെയും നിങ്ങൾ ഡബിൾ ആൻഡ് കൊടുക്കുക. താഴെ ഇൻപുട്ട് ബോക്സ് കാണുന്നുണ്ടല്ലേ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റീജിയൻ എ എന്ന് പറയുന്ന ഇതൊരു ഈ ഇനീക്വാലിറ്റീസ് എല്ലാം കൂടി വരുന്ന ഈ എ എന്ന് പറയുന്ന ഒരു റീജിയൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. എ എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എ. റെഡി? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി പ്രശ്നം അതൊന്നുമല്ല, നമുക്ക് കോർണർ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, നമുക്ക് കോർണർ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് കളറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ബ്ലൂ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. കോർണർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ കൊടുക്കേണ്ട കമാൻഡ് എന്താണെന്നറിയോ, ഈ ഫീസിബിൾ റീജിയൻ, ഈ ഷെയ്ഡ് ചെയ്തതാണ് ഫീസിബിൾ റീജിയൻ. നിങ്ങൾക്ക് ആ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ കോർണർ എന്ന് അടിക്കുക. കോർണർ എന്ന് അടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഹിന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്പർ ഓഫ് കോർണർ, നിങ്ങൾക്ക് ആരുടെ കോർണർ പോയിന്റ്സാണ് കണ്ടെത്തേണ്ടത്, ഈ എ എന്ന് പറയുന്ന റീജിയൻ. നിങ്ങൾ ഒരു സ്മോൾ എ കൊടുക്കുക, എൻ്റർ അടിക്കുക, കോർണർ പോയിന്റ്സ് കിട്ടി. ഈ കോർണർ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കോർഡിനേറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്ത് തന്നത് കാണാം. എ 1.29, 2.29, ബി 0.1, സി 0.0. അപ്പോൾ കോർണർ പോയിന്റ്സ് ഒക്കെ ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വിസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോർണർ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഇവിടെ ഷോ ലേബൽ കണ്ടോ, ഇവിടെ നെയിം എന്നുള്ളടുത്ത് നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോർണർ പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് കറക്റ്റ് കിട്ടും. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇവിടെ കിട്ടും. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്കിതിൻ്റെ മാക്സിമൈസും മിനിമൈസും കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം മാക്സിമൈസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y എന്നാണ്. അപ്പോൾ കോർണർ പോയിന്റ്സുകളിലാണ് സാധാരണ രീതിയിൽ മാക്സിമം വാല്യൂ ഉണ്ടാകാറുള്ളത്. അത് കോർണർ പോയിന്റ്സിൽ അല്ലാത്തടത്ത് വരുമോ എന്നുള്ളത് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട രീതി, ആദ്യം നിങ്ങൾ ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ഈ ടേബിൾ ഫില്ല് ചെയ്യണം. കോർണർ പോയിന്റ്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. കോർണർ പോയിന്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് കിട്ടിയ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോർണർ പോയിന്റ് ഇതാ 2.5,0 ആണെങ്കിൽ ആ 2.5,0യുടെ കോർണർ പോയിന്റ് 2.5,0 ആണ്. എക്സ് കോർഡിനേറ്റ് 2.5, വൈ കോർഡിനേറ്റ് 0. അപ്പോൾ സെഡ് മാർക്ക് ചെയ്യുമ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ചോദ്യത്തിൽ തന്നിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? എക്സിന് പകരം 2.5, വൈക്ക് പകരം 0. അപ്പം 2.5 + 2 × 0. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 2.5 കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബേസിക്കലി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇതെല്ലാം കൂടി ഫില്ല് ചെയ്തൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഇങ്ങനെ തന്നെ കാണിച്ചു തരാം. അതാ നോക്ക്, ഇതാണ് ആ ടേബിൾ. എക്സ് 0 കൊടുക്കുമ്പോൾ 2.5 കൊടുക്കുമ്പോൾ ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും നിങ്ങൾ ആ ടേബിൾ കണ്ടതാ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ടേബിൾ കാണാം. കോർണർ പോയിന്റ്സ് ഇത്രയും കോർണർ പോയിന്റ്സ് ഉള്ളത്. ഈ കോർണർ പോയിന്റ്സ് കൊടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ്. അപ്പോൾ നിങ്ങളോട് മാക്സിമൈസ് എന്നല്ലേ പറഞ്ഞത്? ഇതിൽ മാക്സിമം വാല്യൂ ഏതാ? 5.87. ഇതിൽ മാക്സിമം വാല്യൂ 7. ആൻഡ് അത് കിട്ടുന്ന പോയിന്റ് ഏതാ? 3,2. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ടേബിൾ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഓട്ടോമാറ്റിക്കലി ചെയ്ത് അവിടെ വെച്ചതാണ്. റെഡി. ആൻഡ് മിനിമം വാല്യൂ 0 അല്ലേ? അത് കിട്ടുന്നത് 0 അല്ല. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ്, അല്ലെ മാക്സിമം വാല്യൂ ഓഫ് സെഡ് ഈസ് 7. അത് ഏത് പോയിന്റിലാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ കറക്റ്റ് പറയണം. നിങ്ങൾക്ക് 7 കിട്ടുന്നത് ഇതാ ഈ പോയിന്റിലല്ലേ? എവിടെ നമ്മുടെ ജിയോജിബ്ര 7 കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിലാണ്. 3,2 എന്നുള്ളത് അത് നിങ്ങൾ ടേബിൾ ഫില്ല് ചെയ്യണം കേട്ടോ. അത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാവില്ല. ഇത് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. ഇത്രയൊക്കെ സാധാരണ രീതി ചോദിക്കാറുള്ളൂ. എന്നാലും ചില സമയത്ത് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. വിച്ച് കോർണർ പോയിന്റ് ഓഫ് ദി പോളിഗൺ ഹാസ് ലാർജസ്റ്റ് വാല്യൂ? അത് നമ്മൾ കണ്ടെത്തി. വിച്ച് കോർണർ പോയിന്റ് ഹാസ് ദ മിനിമം വാല്യൂ? 0 0 ആണ് കിട്ടുന്നത്. അതും കണ്ടെത്തി. ഇനി അതൊന്നുമല്ല. ഈസ് ദർ എനി അതർ പോയിന്റ് ഇൻസൈഡ് ദ ഫ്രീസിബിൾ റീജിയൻ വിച്ച് ക്യാൻ എ ഗ്രേറ്റർ വാല്യൂ ഓഫ് സെഡ് ദാൻ അറ്റ് ദ കോർണർ പോയിന്റ്സ്? അപ്പോൾ കോർണർ പോയിന്റ്സിൽ അല്ലാതെ നിങ്ങൾ ആ മാർക്ക് ചെയ്ത ഫീസിബിൾ റീജിയനിൽ വേറെ ഏതെങ്കിലും മാക്സിമം വാല്യൂ സെഡിന് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞുള്ള ഒരു കാര്യം നോക്ക്. ക്രിയേറ്റ് എ സ്ലൈഡർ സി വിത്ത് മിനിമം -1 ആൻഡ് മാക്സിമം 10 ആൻഡ് ഇൻക്രിമെന്റ് 0.1. ഡ്രോ ദ ലൈൻ എക്സ് പ്ലസ് 2y = c. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അതായത് ആദ്യം ഞാനൊരു സി എന്ന് പറയുന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാ സ്ലൈഡറിൽ പോകുന്നു, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സി എന്ന് പറയുന്ന സ്ലൈഡർ ആണ്. സി എന്ന് പറയുന്ന സ്ലൈഡർ ആൻഡ് മിനിമം വാല്യൂ -1 ആണ് കൊടുക്കാൻ പറഞ്ഞത്. അവർ പറഞ്ഞ എത്രയാണോ അത് നിങ്ങൾ കൊടുത്ത് ചെയ്താൽ മതി. മാക്സിമം വാല്യൂ 10 ആണ്. ഇൻക്രിമെന്റ് 0.1 അല്ലേ? അപ്പോൾ 0.1 ഇൻക്രിമെന്റും വെച്ചിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ആണ്. എന്നിട്ട് ഒരു ലൈന് വരയ്ക്കാൻ പറയുന്നുണ്ട്. ലൈന് y = ലൈൻ എന്തായിരുന്നു? ലൈൻ എന്താ പറഞ്ഞത്? എക്സ് പ്ലസ് 2y = c. ഈ എക്സ് പ്ലസ് 2y എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ് നിങ്ങളുടെ സെഡ് ആണ് എക്സ് പ്ലസ് 2y. അപ്പോൾ സെഡിന്റെ വാല്യൂ ആണ് ആക്ച്വലി ഇവിടെ സ്ലൈഡർ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സി. അപ്പോൾ സെഡിന്റെ വാല്യൂ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ മാക്സിമം വാല്യൂ 7ഉം മിനിമം വാല്യൂ 0 അല്ലേ? അപ്പോൾ നമ്മൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സ് പ്ലസ് 2y = c എന്ന് പറയുന്ന, അതായത് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈന് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നോക്കിക്കോ, നിങ്ങൾ എക്സ് പ്ലസ് 2y = c എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. എക്സ് പ്ലസ് 2y = c. ഇതാ നോക്ക്. അപ്പോൾ ഒരു ലൈന് കിട്ടി. കുറച്ചുകൂടി വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ലൈന് ക്ലിക്ക് ചെയ്താൽ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് കളറിൽ പോയിട്ട് നല്ല ഏതെങ്കിലും ഒരു പച്ച കളർ അറ്റാൻ കൊടുത്തോ. സോറി, അതിൽ സ്ലൈഡറിൻ്റെതാണ് മാറിയത് കേട്ടോ. സോറി. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു സ്ലൈഡർ കൂടി വന്നു. അതെങ്ങനെ? ഓക്കെ, അത് വേണ്ട. അപ്പോൾ അതാ നോക്കുക, ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റാം. ഇതിന് ഞാനൊരു ചുവന്ന കളർ കൊടുത്തു. ഓക്കെ, ഇപ്പം നല്ല വിസിബിളാണ്. റെഡി. അപ്പോൾ ഇതാണ് ആക്ച്വലി എക്സ് പ്ലസ് 2y = 1 എന്ന് പറയുന്ന ആ ഒരു ലൈൻ. ഈ എക്സ് പ്ലസ് 2y = c എന്ന് 1 അല്ല, എക്സ് പ്ലസ് 2y = c ആണ് ആക്ച്വലി. ഇതാ എക്സ് പ്ലസ് 2y = c. ഈ ലൈൻ എന്താ ആക്ച്വലി? ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്ത. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലൈനിന് നിങ്ങൾക്ക് ഇതാ ഈ ലൈൻ ഇനി നമ്മൾ സ്ലൈഡർ യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് നീക്കുകയാണ്. അപ്പോൾ ഇത് 0 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് നമ്മൾ ഈ കോർണർ പോയിന്റിൽ എത്തിയ സമയത്ത് കോർണർ പോയിന്റിലാണല്ലോ മാക്സിമം മിനിമം വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ മാക്സിമം വാല്യൂ 7ഉം മിനിമം വാല്യൂ 0യും, അതായത് സിക്ക് കിട്ടുന്ന
മിനിമം വാല്യൂ 0 അത് കിട്ടുന്നത് ഈ കോർണർ പോയിന്റിൽ. അപ്പോൾ നിങ്ങൾ നോക്ക്, സി 0 ആകുന്ന സമയത്ത് നിങ്ങളുടെ ലൈന് സി 0 ആകുന്ന സമയത്ത് ലൈന് കറക്റ്റ് എവിടെ എത്തുന്നുണ്ട്? ആ 0 എന്ന് പറഞ്ഞ കോർണർ പോയിന്റിൽ എത്തുന്നുണ്ട്. ഇനി ഞാനിത് നിങ്ങൾക്കിത് മിനിമോ മാക്സിമോ ഫീസിബിൾ റീജിയനിൽ വേറെ ഏതോ ഉണ്ടോ എന്നുള്ളത് ഈ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ആ ലൈന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിതിങ്ങനെ നീക്കി നോക്കി. അപ്പോൾ സീൻ്റെ വാല്യൂ 0-നേക്കാളും കുറയുന്നുണ്ടോ എന്ന് നിങ്ങളിതാ ഇവിടെ സ്ലൈഡറിൽ നോക്ക്. 0-നേക്കാളും കുറയുന്നുണ്ടോയെന്ന്. ഫീസിബിൾ റീജിയനിൽ കൂടെയാണ് ഇപ്പോൾ ഇത് പാസ് ചെയ്യുന്നത്. ഫീസിബിൾ റീജിയനിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും 0-നേക്കാളും കുറവ് വരുന്നില്ല. ആൻഡ് ഇതിങ്ങനെ പോയി ഇതാ ഇവിടെ എത്തിയ സമയത്ത് അതിന് 7 കിട്ടി. അതായത് 3,2ലാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ 7 കിട്ടുന്നത്. അതായത് സി എന്ന് പറഞ്ഞാലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അത് റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ വരച്ചത്. അതിന്റെ മാക്സിമം വാല്യൂ 7 വരുന്നത് 3,2ലാണ്. ഇനി ഇത് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ വേറെ കിട്ടുന്നുണ്ട്. 7.1 ഒക്കെ വന്നു. പക്ഷെ അത് ഫീസിബിൾ റീജിയൻ കഴിഞ്ഞു പോയില്ലേ, കോർണർ പോയിന്റ്സിലല്ലല്ലോ, അതിന് പുറത്തല്ലേ. അപ്പം നമ്മളത് കൺസിഡർ ചെയ്യില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഫീസിബിൾ റീജിയനിൽ കൂടെ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ആ ലൈന് നമ്മൾ പാസ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ഫീസിബിൾ റീജിയനിലെ ഒരു പോയിന്റിൽ പോലും നമുക്ക് മിനിമം വാല്യൂ 0യും മാക്സിമം വാല്യൂ 7നും കിട്ടുന്നില്ല. മിനിമം വാല്യൂ 0 വരുന്നത് കറക്റ്റ് നിങ്ങളുടെ 0-0യിലും മാക്സിമം വാല്യൂ നിങ്ങൾക്ക് കറക്റ്റ് വരുന്നത് നിങ്ങളുടെ 3,2ലുമാണ്. അപ്പം ഇവർ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് കറക്റ്റ് ആൻസറായി. ചോദ്യം ഇതായിരുന്നു, സെറ്റ് ദ വാല്യൂ ഓഫ് സി at 1 and observe whether there is any point in the feasible region satisfying the condition. ഇല്ല, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ പോലും പിന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് മാക്സിമവും മിനിമവും തരുന്നത് വേറെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. സി ഈക്വൽ ടു സി 1 ആകുന്നത് വേറെ എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരൊറ്റ സ്ഥലത്തെ സി ഈക്വൽ ടു 1 ആകുന്നുള്ളൂ. ഓക്കെ, മിനിമം വാല്യൂ സി 0 വരുന്നത് ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, അതൊരു കോർണർ പോയിന്റ്സില്ല. അപ്പോൾ gradually increase the value of c until there exists at least one point of the feasible region is on the line x plus 2y is equal to c. അതൊക്കെ നമ്മൾ ചെയ്തു. Identify that point and find the value of c. What is the maximum value of z in the feasible region? ഫീസിബിൾ റീജിയനിൽ നിങ്ങൾക്ക് സെഡിന് അങ്ങനെ ഒരു മാക്സിമം വാല്യൂ കിട്ടുന്നില്ല. നമ്മളുടെ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ത് തന്നെയാണ്? ആക്ച്വലി 7 തന്നെയാണ്. അത് കിട്ടുന്നത് കോർണർ പോയിന്റിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കോർണർ പോയിന്റിൽ അല്ലാതെ ഫീസിബിൾ റീജിയനിൽ മാക്സിമമോ മിനിമമോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ടൈപ്പ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഈസി കാര്യമാണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. ഇൻഫിനിറ്റ് സൊല്യൂഷൻ വരുന്ന സമയത്തും നിങ്ങൾ വരയ്ക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഇൻഫിനിറ്റ് സൊല്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ലൈനിൽ മൊത്തം വരും. അത് ആക്ച്വലി അത് ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമല്ല, അതങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. നമുക്ക് ഇതൊന്ന് ചെയ്യാം, അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ്റെ ഒന്ന് ചെയ്യാം. ഓക്കെ, ഫീസിബിൾ റീജിയൻ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരിക, മാക്സിമൈസ് ആൻഡ് മിനിമൈസ്, എന്നിട്ട് ഇതാണ് കൺസ്ട്രെയിൻസ് തരുന്നത്, ഇത് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. ആൻഡ് വേറൊരു ചോദ്യം നോക്ക്, കൺസിഡർ ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഒക്കെ തന്നിട്ടുണ്ട്, കമാൻഡ് വരെ ഇവിടെ തന്നിട്ടുണ്ട്, ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് 1 കൊടുത്തിട്ട് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് യൂസ് ദ ലൈൻ ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇഫ് എക്സിസ്റ്റ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് വേറെ മാക്സിമമോ മിനിമമോ ഉണ്ടോ എന്ന് ഈ ലൈന് നോക്കിയിട്ട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സാധാരണ രീതി ചോദ്യം ചോദിക്കാറുള്ളൂ, ഒരുപാട് ടഫ് ഒന്നും ആകാറില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആൻസറിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ഡിറ്റർമൈൻ ഗ്രാഫിക്കലി ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to 5x minus 2y സബ്ജക്ട് ടു ദി കോൺസ്ട്രെയിൻസ്. ഇത്രയും കോൺസ്ട്രെയിൻസ് തന്നിട്ടില്ലേ, അപ്പോൾ നമ്മൾ ഇത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ സേവ് ചെയ്യുന്നില്ല, ഇത് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. നിങ്ങൾ സേവ് ചെയ്യണം കേട്ടോ, മാർക്ക് കിട്ടില്ല. ന്യൂ വിൻഡോ എടുക്കുന്നു. ഓക്കെ, ന്യൂ വിൻഡോയിൽ വെച്ചിട്ട് മറ്റേത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതങ്ങനെ നിൽക്കട്ടെ. റെഡി, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കൺട്രോൾ ചെയ്യാൻ പഠിച്ച് സെൻറ്ററിലേക്ക് വരുത്തിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് എന്ന് നോക്കാം. 2x minus y greater than or equal to minus 5. 2x minus y greater than or equal to minus 5. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. 2x minus y greater than or equal to -5. ഓക്കെ, എന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആൻഡ് കൊടുക്കുക, ഷിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് ഓടിച്ച് 7 ഞെക്കിയാൽ ആൻഡ് കിട്ടും. ഓക്കെ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. 3x plus y greater than or equal to 3. ഓക്കെ, 3x plus y greater than or equal to 3 ആണ് അടുത്തത്. അപ്പോൾ ദാ 3x plus y greater than or equal to 3. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ആൻഡ് കൊടുക്കുക. കൊടുത്തു, ആൻഡ് കൊടുത്തു. ഇനി അടുത്തത്
2x minus 3y less than or equal to 12. 2x minus 3y less than or equal to 12. 2x minus 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന ഇൻപുട്ടിൽ ആ ഒരു വരുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2x മൈനസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഞാനിവിടെ കോമയായി പോയിട്ടുണ്ട് കൊടുത്തത്. അതാ ലെസ് ദാൻ. ഓക്കെ, ഷിഫ്റ്റ് കോമ അടിച്ചാലാണ് ആ ഒരു സിമ്പിൾ വരിക. ഓക്കെ, ദെൻ 2 ആൻഡ് കൂടിയും. ദെൻ പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്നു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെ വന്നത്. ഇനി ഇത് ഫീസിബിൾ ആണോ, ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ബൗണ്ടഡ് ആണ്, കറക്റ്റ് ബൗണ്ടറി ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കട്ടോ. സൂം ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് എവിടെങ്കിലും കയറി ബൗണ്ടറി ഉണ്ടാക്കുന്നുണ്ടാവും. ഇതിനി ഉറപ്പാ. നമ്മൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അത് അങ്ങനെ നീണ്ടു പോവുക. അപ്പോൾ ഇത് ബൗണ്ടഡ് റീജിയൻ തരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് അൺബൗണ്ടഡ് തന്നെയാണെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ സൂം ചെയ്താലും കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലിംഗ് 1 വരുന്ന രീതിയിൽ സെൻറ്ററിലേക്ക് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി കോർണർ പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾ കോർണർ എന്ന് അടിക്കുക. ആദ്യം വരുന്നത് തന്നെ സെലക്ട് ചെയ്യുക, എൻ്റർ അടിച്ചാൽ മതി. നമ്പർ ഓഫ് കോർണറിൽ നിങ്ങൾ കൊടുത്ത ഈ റീജിയൻ്റെ പേര്, നിങ്ങൾക്ക് കിട്ടിയ ഈ റീജിയൻ്റെ പേര് സ്മോൾ ലെറ്റർ എ ആ. അപ്പോൾ നിങ്ങൾ അഥവാ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തപ്പോൾ ആ റീജിയൻ്റെ പേര് ബി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബി എന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്പർ ഓഫ് കോർണർ എന്നുള്ളതിൽ നിങ്ങൾ സ്മോൾ ലെറ്റർ എ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോർണർ പോയിന്റുകൾ കിട്ടി. ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് അടിച്ച് അതിൽ ഷോ ലേബലിൽ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ പോയിന്റിൻ്റെയും എന്തും കിട്ടി, കോർണർ പോയിന്റ്സിൻ്റെ കറക്റ്റ് കോർഡിനേറ്റ്സും കിട്ടി. ഇനി മാക്സിമമോ മിനിമമോ കണ്ടെത്തണം. അതിന് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്ക്, 5x മൈനസ് 2y അല്ലേ. ഈ 5x മൈനസ് 2y വെച്ചിട്ട് നിങ്ങളുടെ ഈ കോർണർ പോയിന്റ്സുകളിലെ ഏത് കോർണർ പോയിന്റ്സ് 60, 10, 03, 05 മാക്സിമോ മിനിമോ വാല്യൂ നമ്മൾ കണ്ടെത്താം. അത് നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് അത് ഞാനിതാ ഇവിടെ ഒരു ഫിഗർ ഉണ്ട് എൻ്റെ കയ്യിൽ. 5x മൈനസ് 2y 5x മൈനസ് 2y ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. കോർണർ പോയിന്റ്സ് 05, 03, 10, 60. ഇതിൽ ഏതാ മാക്സിമം വാല്യൂ? ഇതിൽ മാക്സിമം വാല്യൂ വരുന്നത് 30 ആണ്. മിനിമം വാല്യൂ -10 ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടേത് അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണെങ്കിൽ നിങ്ങളുടെ കോർണർ പോയിന്റ്സിൽ മാത്രമായിരിക്കില്ല മാക്സിമം മിനിമം ഉണ്ടാവുക. ചിലപ്പം ആ ഫീസിബിൾ റീജിയനിൻ്റെ ഉള്ളിലും ഉണ്ടായേക്കാം. അതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട രീതി, ഈ 5x മൈനസ് 2y ഇല്ലേ, ഇതിൻ്റെ ഒരു ലൈന് കൂടി ക്രിയേറ്റ് ചെയ്യുക. അതിന് നിങ്ങൾ സ്ലൈഡർ വെച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ സ്ലൈഡർ വെച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യം കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്വസ്റ്റ്യനിൽ നമുക്കിതാ നോക്കിക്കോ, ഇതൊക്കെ വരച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരച്ചു, കോർണർ പോയിന്റ്സിലെ മാക്സിമം മിനിമം കണ്ടെത്തി. എന്നിട്ട് ഇവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, ഈസ് ദർ എനി പോയിന്റ് ഇൻസൈഡ് ദ ഫീസിബിൾ റീജിയൻ അറ്റ് വിച്ച് z ഈസ് മാക്സിമം ഓർ മിനിമം? വി ക്യാൻ ചെക്ക് ദിസ് ആസ് ഫോളോസ്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്, ക്രിയേറ്റ് എ സ്ലൈഡർ വിത്ത് മിനിമം -15, മാക്സിമം 100 ആണ്, ഇൻക്രിമെൻറ്റ് 0.5 പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ ലൈൻ 5x മൈനസ് 2y ഈസ് ഈക്വൽ ടു c. എന്നിട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് c സച്ച് ദാറ്റ് ലൈൻ പാസസ് ത്രൂ ദി കോർണർ പോയിന്റ് വിച്ച് ഗിവ്സ് ദ മാക്സിമം വാല്യൂ. ഇൻക്രീസ് ദ വാല്യൂ ഓഫ് c ഫർദർ ഒബ്സർവ് ദ പോർഷൻ ഓഫ് ലൈൻ ഇൻസൈഡ് ദ ഫീസിബിൾ റീജിയൻ. നിങ്ങൾ അതൊന്നും വായിക്കണ്ട, ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. c എന്ന് പറഞ്ഞാൽ മിനിമം -5, മാക്സിമം 100. അപ്പോൾ നോക്ക്, ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ക്രിയേറ്റ് എ സ്ലൈഡർ. അതിൻ്റെ പേര് c എന്നാണ് നമ്മൾ കൊടുത്തത്. മിനിമം -10 അല്ലേ പറഞ്ഞത്, -10 ആൻഡ് മാക്സിമം 100. മാക്സിമം 100 ആണെന്ന് തോന്നുന്നത്. അത് എത്ര ആയാലും പ്രശ്നമൊന്നുമില്ല, അത് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതിയെ. ഇൻക്രിമെൻറ്റ് 0.5 പറഞ്ഞതുകൊണ്ട് ഇൻക്രിമെൻറ്റ് ഒരു 0.5 കൊടുത്തിട്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. റെഡി? മിനിമം 10 ആണോ കൊടുത്തത്? ഒബ്ജക്റ്റീവ് അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇത് -10 ആയിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലേ. -15 പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മളിത് മാറി 5x മൈനസ് 2y ഈക്വൽ ടു c വരയ്ക്കണം. ഓക്കെ, അത് വരയ്ക്കാം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 5x മൈനസ് 2y ഈസ് ഈക്വൽ ടു c. അപ്പോൾ 5x മൈനസ് 2y ഈസ് ഈക്വൽ ടു c. ഇത് -15 ആണ് എന്ന് ഉള്ളത് കൊണ്ട് ഞാനത് -15 തന്നെ ആക്കട്ടോ.
അതുകൊണ്ട് ഇനി നമുക്കൊരു പ്രശ്നം വരരുത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? 5x - 2y = c എന്ന് പറയുന്നത് ഇവിടെ താഴെ ഇൻപുട്ട് കൊടുത്താൽ മതി. 5x - 2y = c. അങ്ങനെ ഒരു ലൈൻ കിട്ടി. പക്ഷെ ഇത് വിസിബിൾ അല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് പോയിട്ട് കളർ ഒന്ന് മാറ്റിയേക്കാം. നല്ലൊരു കളർ കൊടുക്കാനാണെങ്കിൽ അത് സ്ലൈഡറിൻ്റെ കളറാണ് മാറിയത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോവുക, കളർ നമുക്ക് റെഡ് കൊടുക്കാം. റെഡി. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളോട് ചോദിച്ചത് ഇതിൻ്റെ ഉള്ളിൽ വേറെ മാക്സിമമോ മിനിമമോ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മാക്സിമവും മിനിമം വാല്യൂ വേറെ കിട്ടിയത് ഏതായിരുന്നു? മാക്സിമം 30ഉം മിനിമം -10ഉം. മിനിമം -10ഉം മാക്സിമം 30ഉം. അപ്പം -10നേക്കാളും കുറവുള്ള വാല്യൂ നിങ്ങൾ സ്ലൈഡർ നീക്കി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ആ ഫീസിബിൾ റീജിയൻ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 30നേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം. നോക്കിക്കോ, നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്ലൈഡർ c = -50 മുതൽ നമ്മൾ നോക്കുന്നുണ്ട്. സ്ലൈഡർ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. സ്ലൈഡറിൽ സീൻ്റെ വാല്യൂ നോക്കിയാൽ മതിയെ. സീൻ്റെ ഏറ്റവും കുറവ് -10 ആണ്. അപ്പം -10 എത്തുന്നത് എവിടെയാ നോക്ക്. -10 എത്തുന്നത് കറക്റ്റ് ആ കോർണർ പോയിന്റിലാണ്. കോർണർ പോയിന്റ് 0.5ലാണ്. അത് കറക്റ്റാണ്. 0.5ൽ നിങ്ങൾക്ക് മിനിമം വാല്യൂ -10 കിട്ടുന്നുണ്ട്. ഇനി ഇത് നീങ്ങി പോകുന്ന സമയത്ത് -10നേക്കാളും കുറഞ്ഞ വാല്യൂ സിക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ നോക്ക്. എവിടെയും കിട്ടുന്നില്ല. അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഇൻക്രിമെൻ്റ് ഒക്കെ കൊടുത്ത് നോക്കിയ സമയത്തും എവിടെയും ആരെക്കാളും കുറവുള്ള വാല്യൂ വരുന്നില്ല, -10നേക്കാളും കുറവുള്ള വാല്യൂ വരുന്നില്ല. അപ്പോൾ ഒരു കാര്യം കൺഫേംഡ്, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് -10 ആണ്. അറ്റ് ദ പോയിന്റ് ഏത് പോയിന്റിലായിരുന്നു നിങ്ങൾക്ക് -10 കിട്ടുന്നത്? ഈ പോയിന്റിലാണ്, 0.5ൽ. മാക്സിമം വാല്യൂ അവിടെ നിങ്ങൾക്ക് കിട്ടിയത് കോർണർ പോയിന്റ്സ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 30ആണ്. അപ്പോൾ നമ്മൾ 30യേക്കാൾ കൂടുതലുള്ള വാല്യൂ സിക്ക് വരുന്നുണ്ടോ നോക്കുക. അതെന്തിനാ സിക്ക് നോക്കുന്നത്? എടാ, സി ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. 5x - 2y = z. ആ സെഡിന്റെ വാല്യൂ അല്ലേ ഈ സി എന്ന് പറയുന്നത്. 5x - 2y = c എന്നാണ് ഇതാ ഈ ഫംഗ്ഷൻ ഉള്ളത്. 5x - 2y = c. നിങ്ങൾക്ക് കാണാം 5x - 2y = c. ആ സീൻ്റെ വാല്യൂ ഇങ്ങനെ മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സീൻ്റെ മാക്സിമം വാല്യൂ കിട്ടിയത് ഇതുവരെ 30ആണ്. അപ്പോൾ ആ 30 നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു പോയിന്റിൽ, ഏത് പോയിന്റിൽ? 60 എത്തുന്ന സമയത്ത്. അതോ നോക്ക്, 60 കറക്റ്റ് എത്തിയ സമയത്ത് 60ലാണ് ഇപ്പോൾ ഇതുള്ളത്. നിങ്ങൾക്ക് 30 ആണ് സി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമം കിട്ടുന്നത്. ഇനി എൻ്റെ ചോദ്യം, ഈ ഫീസിബിൾ റീജിയനിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ വേറെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ നീക്കി നോക്കുന്ന സമയത്ത് നോക്ക്, നിങ്ങളുടെ ആ ലൈന് പോകുന്നത് കണ്ടോ? ആ ലൈന് പോകുന്നതിനനുസരിച്ച്, അതായത് അതിൻ്റെ അർത്ഥം എന്താ? 37.5. ഈ ലൈനിൽ ചിലപ്പോൾ ഇവിടുത്തെ പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സെഡിന്റെ വാല്യൂ 37.5 ആണെന്നാ. ഇതിങ്ങനെ കുറച്ചുകൂടി നീക്കി പോയപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഈ കേസർ വെച്ച് ഈ ഒരു പോയിന്റിലാണെങ്കിൽ സിയുടെ വാല്യൂ, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ 50.5 ആണെന്നാ. അപ്പം നമ്മൾ ഇങ്ങനെ എത്ര പോയി നോക്കുന്നുണ്ടോ അതിനനുസരിച്ച് മാക്സിമം വാല്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആക്ച്വലി മാക്സിമം വാല്യൂ 30 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഫീസിബിൾ റീജിയനിൽ ഒരുപാട് മാക്സിമം വാല്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷന്, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നോ മാക്സിമം വാല്യൂ എന്നാണ് നമ്മൾ പറയാം. മിനിമം വാല്യൂ -10 തന്നെയാണ്. പക്ഷേ മാക്സിമം വാല്യൂ, ദർ ഈസ് നോ മാക്സിമം വാല്യൂ ഫോർ ദിസ് സെറ്റ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് വെച്ചിട്ട് ഇതേപോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ലൈന് വരച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ LPP ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ലൈന് വരച്ചിട്ട് കോമൺ റീജിയൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നുകൂടി വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് അടുത്ത സംഭവം. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്ന അടുത്ത ഒരു റീജിയൻ എന്ന് പറയുന്നത്. ചോദ്യം വരുന്ന വേറൊരു സ്ഥലം ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ കാണിച്ചു തന്നാൽ ഇങ്ങനെ വരിക. ഇവിടെ ചോദ്യം കണ്ടോ നിങ്ങൾ? ഒരു ലൈനൊക്കെ വരച്ചു. മാക്സിമം ഫംഗ്ഷൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 5x + 3y ആണ്. ഇതിന് മാക്സിമമോ മിനിമമോ വാല്യൂ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. അത് നമ്മൾ ആ ലൈന് വരച്ചുകൊണ്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണ് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സ്ലൈഡർ വെച്ച് നോക്കുന്ന സമയത്ത് സി കൊടുക്കുക. ആ സ്ലൈഡറിന് എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക, അതായത് 5x + 3y ആ ഇക്വേഷൻ കൊടുക്കുക. എന്നിട്ട് സ്ലൈഡർ നീക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഫീസിബിൾ റീജിയനിൽ എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾ നേരത്തെ ടേബിളിൽ കിട്ടിയ മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷന് മാക്സിമം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ചിലപ്പോൾ മാക്സിമം വാല്യൂ ഏതാ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ്.
ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഐഡിയ മനസ്സിലാക്കി വെക്കുക. LPP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുവിധ ആൾക്കാർക്കൊക്കെ എക്സാമിന് ചോദിക്കുന്നതും സ്കൂളുകളിലൊക്കെ ഉള്ളതുമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കണം. ആൻഡ് വീണ്ടും കാണാം.